പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ശരിക്കും സാപത്തിൽ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടല്ലേ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രഭാഷക പുസ്തകം 2:6. അവിടെ വചനം വെളിപ്പെടുത്താണ്, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. അതായത് നമ്മൾ ജപമാല ചെല്ലുമ്പോൾ നമ്മൾ ഒന്നാമത്തെ വിശ്വാസം എന്ന പുണ്യത്തിൽ വളരാനായിട്ട് അമ്മയെ പ്രാർത്ഥിക്കണം. 2 ശരണം. ശരി, ഈ ശരണം എന്ന് പറയുന്നത് ആശ്രയമാണ്, ദൈവാശ്രയമാണ്. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആത്മശോധന ചെയ്ത സഹോദരങ്ങളെ, നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുന്നുണ്ട്, അച്ഛൻ്റെ അടുക്കിലേക്ക് വന്ന ഒരു സഹോദരൻ. അദ്ദേഹം പറയുമായിരുന്നത് ജീവിതത്തിൽ ഒരു കാലത്ത് അതുപോലെ പ്രതികൂലങ്ങളായിരുന്നു. പക്ഷെ അദ്ദേഹം പറയുമായിരുന്നത് അതിനൊക്കെ അതിജീവിക്കാനുള്ള ഒരു കൃപയുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഞാൻ നഷ്ടധൈര്യനായിട്ടില്ല അച്ഛാ. പക്ഷെ ഇന്ന് എൻ്റെ കൃപ ചോർന്നു പോയി. ഇന്ന് എനിക്ക് അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങൾ എന്ന് പറയാനൊന്നുമില്ല. എന്നാലും ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും ഞാനങ്ങോട്ട് ശരിക്ക് ഇല്ലാതെ ആയി പോകുന്ന വിധത്തിൽ, ഞാനങ്ങോട്ട് തളർന്നു പോകുന്ന വിധത്തിൽ, എനിക്ക് കർത്താവിൽ ഇന്ന് ആശ്രയിക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ ദുർബലനായിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു തൊട്ടാവാടി സ്വഭാവം, ആരെങ്കിലും അല്ലെങ്കിൽ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ആരെങ്കിലും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് സൂചിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ തകർന്നു പോവുക, നിരാശപ്പെടുക. അതൊന്നും ഈ ഫോർട്ടിറ്റ്യൂഡ്, ആത്മശക്തി. നമ്മളൊരു പാട്ട് ആത്മശക്തിയെ ഇറങ്ങിറങ്ങി വാ, ഇറങ്ങിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഇത് പാടാനുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മധൈര്യം എന്ന് പറഞ്ഞ സാധനം അത് പരിശുദ്ധാത്മാവ് തരും മക്കളെ. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ, ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങൾ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെക്കുറിച്ച് പറയുമ്പോഴേക്കും നമ്മൾ തളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റും, ആനന്ദത്തോടെ ജീവിക്കാൻ പറ്റും. വെറുതെയാണ് ആൾക്കാർ ഡിപ്രഷൻ്റെ മരുന്ന് കഴിക്കുന്നത്. ശരിക്കും ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. മാനുഷികമായ രീതിയിൽ പെട്ടെന്ന് നമ്മളിങ്ങനെ ചിലപ്പോൾ ഒരു അത് കർത്താവിൽ ആശ്രയിക്കാതെ ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ തളർന്നു പോകുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, 2 കാര്യങ്ങൾ ചിന്തിക്കണം. ഒന്ന്, ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. 2, ഞാൻ ആത്മശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ് ആത്മശക്തി. അതായത് ആത്മാവിൻ്റെ ബലം, തൊട്ടാവാടി സ്വഭാവമൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ഞാൻ ഒരു കാലഘട്ടത്തിലൊക്കെ തൊട്ടാവാടിയായിരുന്നു സഹോദരങ്ങളെ. പക്ഷെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കർത്താവ് തൊട്ട് ഒരു ട്രാൻസിഷൻ, നമുക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ആ സംഭവമൊക്കെ പറഞ്ഞതിന്, അതായത് തൊട്ടാവാടി സ്വഭാവത്തിൽ നിന്ന് കർത്താവ് നമ്മളെ ഉരുക്ക് മനുഷ്യൻ, അതായത് ഉരുക്ക് മനുഷ്യനാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരോടും കയർക്കാമെന്നൊന്നുമല്ല അർത്ഥം. നമ്മൾ ശരിക്കും ആത്മാവിൽ നമ്മൾ ബലപ്പെടുന്നു. നമുക്ക് ശരിക്കും ആ ഒരു കൃപയ്ക്ക് വേണ്ടി, ഒരു കൃപയാണ് സഹോദരൻ. അത് കർത്താവിൽ ആശ്രയിക്കണം. ഇന്നും പ്രതികൂലങ്ങൾ വന്ന അപ്പം ഞാൻ മുട്ടുമ്പോൾ നിന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കും. കർത്താവ് അത്ഭുതകരമായ വിധത്തിൽ എന്നെ ബലപ്പെടുത്തും. ആ കർത്താവ് നിങ്ങളെയും ബലപ്പെടുത്തും. ഏതാ വചനം? കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കോ. ദൈവമേ, ഞങ്ങളെ തൊട്ടാവാടി സ്വഭാവങ്ങളൊക്കെ മാറ്റാനായിട്ട് അങ്ങ് ഓരോ അവസരങ്ങൾ ഞങ്ങൾക്ക് നൽകുമ്പോൾ അയ്യോ അയ്യോ എന്ന് പറയാതെ അതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ എന്ന് നന്ദി പറഞ്ഞ് ആഹ്ലാദിക്കാൻ തക്ക വിധത്തിലൊരു കൃപ ഞങ്ങൾ വർഷിക്കണമേ. പിന്നെ പ്രിയ സഹോദരങ്ങൾ, ഒരു കാര്യം വിട്ടുപോയി. നമ്മളുടെ വരടിയം സെൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിൽ ഇന്നലെ തുടങ്ങി, ശനിയാഴ്ച തുടങ്ങി വാർഷിക ധ്യാനമാണ് കേട്ടോ. ഇന്നലെ, ഇന്ന്, നാളെ, മറ്റന്നാൾ, ചൊവ്വാഴ്ച തീരും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ നമ്മുടെ വരടിയത്തെ ഇടവക ദൈവജനത്തിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് നാളെ കുമ്പസാര ദിവസമാണ്. അവരെ സംബന്ധിച്ച് നല്ലൊരു കുമ്പസാരം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.